ഹായ് വെൽക്കം ടു അബീസ് വിഷൻ. നമ്മളിൽ പലർക്കും ഉള്ളൊരു സംശയമാണ് നമ്മുടെ മൊബൈൽ ഹാക്ക്ഡ് ആണോ എന്നുള്ളത് അല്ലേ. നമ്മുടെ മൊബൈൽ ഹാക്ക് ചെയ്തിട്ട് പലരും നമ്മുടെ ഡാറ്റ അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള പല കാര്യങ്ങളും ചോർത്തി കൊണ്ടുപോകുന്നുണ്ടോ എന്നുള്ളത് ഇത് പലർക്കും ഉള്ളൊരു സംശയമാണ്. ഇതിനുള്ളൊരു മറുപടിയാണ് ഇന്നത്തെ ഈ വീഡിയോ. നമ്മുടെ ഫോണ് ഹാക്ക് ചെയ്യാൻ അനുവാദം കൊടുക്കുന്നത് 90% നമ്മൾ തന്നെയാണ്. അതിൽ ആദ്യത്തെ കാര്യം, നമ്മുടെ ഫോണ് നമ്മൾ മറ്റു പലർക്കും കൈകാര്യം ചെയ്യാൻ കൊടുക്കുന്നതാണ്. നമ്മുടെ ഫ്രണ്ട്സിനായാലും റിലേറ്റീവ്സിനായാലും നമ്മൾ ആരെങ്കിലും ചോദിക്കുന്ന സമയത്ത് നമ്മുടെ ഫോണ് കൈമാറ്റം ചെയ്യുന്നതാണ് ആദ്യത്തെ കാര്യം. അതുവഴി ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് അവരുടെ കയ്യിൽ കിട്ടിയാൽ നമ്മുടെ ശ്രദ്ധയൊന്നും തെറ്റിക്കഴിഞ്ഞാൽ അവർക്ക് പല ആപ്ലിക്കേഷനും അതിൽ ഇൻസ്റ്റാൾ ചെയ്യാനും അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്ത ലിങ്ക് വഴി അവർക്ക് ഒരു ആപ്ലിക്കേഷൻ അതിനുള്ളിലേക്ക് ഹൈഡ് ചെയ്ത് വെക്കാനും ആപ്പിനെ തന്നെ മൊത്തമായിട്ട് ഹൈഡ് ചെയ്ത് വെക്കാനുമാണ് സാധിക്കും. രണ്ടാമത്തെ കാര്യം, നമ്മൾക്ക് വരുന്ന പലതരം മെസ്സേജുകൾ, അതിലുണ്ടാവുന്ന ലിങ്കുകൾ, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇന്ന പ്രൈസ് കിട്ടും, അല്ലെങ്കിൽ ഇന്ന ഗിഫ്റ്റ് കിട്ടും, അല്ലെങ്കിൽ ഇത്ര റീചാർജ് നമുക്ക് മന്ത്ലി ലഭിക്കും എന്നുള്ള മെസ്സേജുകളൊക്കെ നമുക്ക് വരാറുണ്ട്. നമ്മൾ ചാടി കയറി ആ ലിങ്ക് നമ്മൾ ക്ലിക്ക് ചെയ്യും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്താണ് 99% നമ്മുടെ ഫോൺ ഹാക്ക് ചെയ്യാനുള്ള ഒരു കാരണമായിട്ട് വരുന്നത്. ഇനി അഥവാ ഇങ്ങനെയെല്ലാം ചെയ്തിട്ട് നമ്മുടെ ഫോൺ ഹാക്ക്ഡ് ആണോ എന്ന് നമുക്ക് എങ്ങനെയാണ് അറിയാൻ പറ്റുക? അതുപോലെ ഇനി അഥവാ ഹാക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് അതെങ്ങനെയാണ് ഒഴിവാക്കാൻ പറ്റുക? ഇതെല്ലാമാണ് ഇന്ന് വീഡിയോയിലുള്ളത്. ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് മുഴുവനായിട്ട് കാണാം. ആരും സ്കിപ്പ് ചെയ്ത് കാണാൻ നിൽക്കരുത്. മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാലേ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. അതിനു മുൻപ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടണും അതിനുശേഷമുള്ള ലൈക്ക്, പിന്നെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഫ്രണ്ട്സിന് മൊത്തം ഷെയർ ചെയ്യാനും മറക്കരുത്. മൊബൈൽ ഓപ്പൺ ചെയ്ത ശേഷം ഹോം പേജിൽ നമുക്ക് പ്ലേ സ്റ്റോർ കാണാം അല്ലേ. പ്ലേ സ്റ്റോറിൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പ്രൊഫൈൽ ഐക്കൺ കാണിക്കുന്നുണ്ട്. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാനേജ് ആപ്സ് ആൻഡ് ഡിവൈസസ് പറഞ്ഞിരിക്കുന്നൊരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ 2 ഓപ്ഷൻസ് കാണിക്കുന്നുണ്ട്. ഓവർവ്യൂ കാണിക്കുന്നുണ്ട്, മാനേജ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. മാനേജിലൊന്ന് ക്ലിക്ക് ചെയ്യാം. മാനേജ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാവിധ ആപ്ലിക്കേഷൻസും ഇവിടെ കാണിക്കും. എല്ലാവിധ ആപ്ലിക്കേഷൻസും നിങ്ങൾക്ക് നോക്കിയാൽ ഇവിടെ കാണാം. ഒന്നുമില്ലാതെ എല്ലാ ആപ്ലിക്കേഷൻസും ഇവിടെ ഉണ്ടാവും. അപ്പം ഇതിലേതെങ്കിലും സസ്പിഷ്യസ് ആയിട്ടുള്ള, അതായത് നിങ്ങൾക്കൊരു സംശയം തോന്നുന്ന ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഉണ്ടോ നോക്കുക. അതായത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാത്ത ഏതെങ്കിലും ആപ്ലിക്കേഷൻ, അതുവഴി നമുക്ക് നമ്മുടെ ഡാറ്റകൾ ചോർന്നു പോകുന്നുണ്ടോ എന്നുള്ളത് നമുക്കറിയാൻ പറ്റും. ഇനി അതിനുശേഷം അതിൻ്റെ തൊട്ട എടുത്ത് നോട്ട് ഇൻസ്റ്റാൾഡ് എന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ ഉണ്ട്. അതായത് ആ ഡ്രോപ്പ് ഡൗൺ ഏരോ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ താഴെയായിട്ട് നോട്ട് ഇൻസ്റ്റാൾഡ്, അതായത് ഇതൊന്നും ഈ കാണിക്കുന്ന ആപ്പുകൾ ഒന്നും തന്നെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തതല്ല, അല്ലെങ്കിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമ്മൾ റിമൂവ് ചെയ്തിട്ടും ഇവിടെ നിന്ന് പോവാത്തതാണ്. അപ്പോൾ പ്ലേ സ്റ്റോറിൽ കയറി നിങ്ങൾ ചെയ്യേണ്ടത്, ഇതിലേതെങ്കിലും ഒരു ആപ്പ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാതെ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ ഇതെല്ലാം ടിക്കിട്ട് നേരെ മുകളിൽ കാണുന്ന ഡിലീറ്റ് പ്രസ് ചെയ്തിട്ട് ഒഴിവാക്കുക. അപ്പോൾ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചതോ അല്ലെങ്കിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാത്തതായിട്ടുള്ള ആപ്പുകളൊക്കെ, നിങ്ങൾക്ക് സംശയം തോന്നുന്ന ആപ്പുകൾ നമ്മൾ ഹാക്ക് ചെയ്യപ്പെടുന്നുണ്ട്, ആ ആപ്പ് വഴി നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ അത് നേരെ ഈ പ്ലേ സ്റ്റോറിൽ കയറി ഇൻസ്റ്റാൾ ചെയ്ത ആപ്പുകളും ഇൻസ്റ്റാൾ ചെയ്യാത്ത ആപ്പുകളും നോക്കിയിട്ട് നമുക്ക് ഇവിടെ റിമൂവ് കൊടുക്കാവുന്നതാണ്. അതുവഴി നമുക്ക് ഒരു പരിധി വരെ ഹാക്കിങ് ഒഴിവാക്കാൻ സാധിക്കും. ഹാക്ക് ചെയ്ത ആപ്ലിക്കേഷൻസ് നമുക്ക് ഒഴിവാക്കാം. രണ്ടാമത്തെ കാര്യം നമ്മൾ ചെയ്യേണ്ടത് സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാം. സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴേക്ക് പോയി കഴിഞ്ഞാൽ ബാറ്ററി എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട് അല്ലേ. ബാറ്ററി ഒന്ന് ഓപ്പൺ ചെയ്യാം. ബാറ്ററി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളിവിടേക്ക് നോക്കൂ, 67% ആണ്. 1 day 4 hour 3 minutes, ഏകദേശം ഇത്രയും യൂസ് ചെയ്യാനുള്ള ബാറ്ററി ആണ് ഈ 67% കാണിക്കുന്നത്. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് അത് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിലും അത് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇത് പറയാൻ കാരണമുണ്ട്, അതുകൊണ്ടാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കൃത്യമായിട്ട് കാണാൻ വേണ്ടി പറയുന്നത്.
ഇവിടെ തൊട്ട മുകളിൽ കാണിക്കുന്നുണ്ട്, അതായത് ലാസ്റ്റ് ചാർജ് ചെയ്തതിന് ശേഷം 58 മിനിറ്റാണ് ഉപയോഗിച്ചതെന്ന് കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. ഇവിടെ ബാറ്ററി യൂസേജ് ബൈ ആപ്സ് കാണിക്കുന്നുണ്ട്, അതായത് ഓരോ ആപ്പുകളും ഉപയോഗിച്ച ബാറ്ററിയുടെ കൃത്യ മെഷർമെൻറ്റ് ഇവിടെ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏതെല്ലാം ആപ്പുകളാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് നിങ്ങൾ നോക്കുക. ഇവിടെയും ഏതെങ്കിലും നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ സംശയകരമായി തോന്നുന്ന, അതായത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാതെ ഇതിൽ വന്ന് കിടക്കുന്ന ഏതെങ്കിലും ആപ്ലിക്കേഷൻസ് ഉണ്ടോ എന്നുള്ളത് നോക്കാം. അത് ചിലപ്പോൾ മാൾവെയറുകളാവാം. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇവിടെ നമുക്ക് നോക്കിയാൽ ഇവിടെ ഏകദേശം എത്രത്തോളം ബാറ്ററി കൺസ്യൂം ചെയ്യുന്നുണ്ടെന്നുള്ള കാണിക്കുന്നുണ്ട്. അതായത് ആ ഒരു ആപ്ലിക്കേഷൻ എത്രത്തോളം ബാറ്ററിയാണ് കൺസ്യൂം ചെയ്യുന്നത് നോക്കുക. ഓരോ ആപ്ലിക്കേഷൻസും ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഓരോ ആപ്ലിക്കേഷനും എത്രത്തോളം ബാറ്ററി ഉപയോഗിക്കുന്നുണ്ടെന്ന്. അതായത് പലതരം മാൾവെയറുകൾ നമ്മുടെ ഫോണിൽ നിന്നുള്ള ഡീറ്റെയിൽസുകൾ ഹാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പ്രധാനമായും ഹൈഡ് ചെയ്തിട്ടായിരിക്കും ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ടാവുക. അത് നമ്മുടെ ബാറ്ററി വല്ലാതെ ഡ്രെയിൻ ആക്കുന്നുണ്ട്, അതായത് ബാറ്ററി വല്ലാതെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ വഴി നമ്മുടെ ബാറ്ററി നോക്കിക്കഴിഞ്ഞാൽ ബാറ്ററി പെട്ടെന്ന് കുറഞ്ഞു പോകുന്നുണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും. അടുത്തതായിട്ട് നമ്മുടെ പ്ലേ സ്റ്റോറിൽ തന്നെ മറ്റൊരു ഓപ്ഷനാണ്, അത് പ്രൊഫൈലിൽ ഐക്കണൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ പ്ലേ പ്രൊട്ടക്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷനുണ്ട്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ആപ്സ് ഇവിടെ കാണിക്കുന്നുണ്ട്. അതിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വല്ല മാൽവെയറുകളോ അല്ലെങ്കിൽ വൈറസുകളോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, നമ്മുടെ ഫോൺ ഹാക്ക് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാവും. അഥവാ ഇവിടെ ഏതെങ്കിലും മാൾവെയറുകൾ ഡിറ്റക്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് അത് നേരത്തെ ഞാൻ കാണിച്ച ഓപ്ഷനിൽ പോയിട്ട് അത് അൺഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ആ പറഞ്ഞിരിക്കുന്ന ആപ്പിനെ നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. പിന്നെ മറ്റൊരു കാര്യമാണ് നമ്മുടെ വാട്സപ്പ് വഴി നമ്മുടെ ഡീറ്റെയിൽസ്, പേഴ്സണൽ ഡീറ്റെയിൽസൊക്കെ ഹാക്ക് ചെയ്യുന്നത്. അതിന് നമ്മൾ ചെയ്യേണ്ടത് വാട്സപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഈ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ലിങ്ക്ഡ് ഡിവൈസ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. ആ ലിങ്ക്ഡ് ഡിവൈസ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണുമായിട്ട് ഈ വാട്സപ്പുമായിട്ട് ഏതെങ്കിലും ഡിവൈസുകൾ ആരെങ്കിലും നമ്മൾ അറിയാത്ത സമയത്ത് കണക്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഇവിടെ താഴെ കാണിക്കും. ഇവിടെ താഴേട്ടേക്ക് കാണിക്കും. ആ ഒരു ഡിവൈസിൻ്റെ പേര് ഇവിടെ കാണിക്കും. ഇവിടെ ഒന്നും കാണിക്കുന്നില്ല, ഇവിടെ ലിങ്ക് എ ഡിവൈസ് എന്നാണ് കാണിക്കുന്നത്. അതിൻ്റെ അർത്ഥം ഇതായിട്ട് ഒന്നും ലിങ്ക് ചെയ്തിട്ടില്ല എന്നുള്ള. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ ശത്രുക്കൾ ആരെങ്കിലും ഇതേപോലെ നിങ്ങളുടെ വാട്സപ്പ് വെച്ചിട്ട് ഇവിടെ ഒരു സ്കാനിങ് ബട്ടൺ വരും, അത് വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് നേരെ നിങ്ങളുടെ ഈ പറഞ്ഞിരിക്കുന്ന വാട്സപ്പായിട്ട് കണക്റ്റ് ആവാനും നിങ്ങളുടെ ഡാറ്റ ചോർത്താനും സാധിക്കും. ഇതെല്ലാമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. വീഡിയോ കണ്ട സമയത്ത് കാര്യങ്ങൾ മനസ്സിലായില്ലേ? അപ്പോൾ ഇനി മുതൽ നിങ്ങളുടെ ഫോൺ കൈകാര്യം ചെയ്യുന്ന സമയത്ത്, മറ്റാർക്കെങ്കിലും കൈമാറ്റം ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ പ്രസൻസിൽ തന്നെ ഫോണ് കൈമാറ്റം ചെയ്യുക. ആർക്കെങ്കിലും വിളിക്കാൻ കൊടുക്കുന്ന സമയത്താണെങ്കിൽ നമ്പർ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. വിളിച്ചു കഴിഞ്ഞാൽ വേഗം തിരിച്ച് ഫോണ് വാങ്ങി വെക്കുക. അനാവശ്യമായിട്ടുള്ള ലിങ്കുകളിലൊന്നും കയറിയിട്ട് എന്ത് ചെയ്യരുത്, ക്ലിക്ക് ചെയ്തിട്ട് ഓഫേഴ്സ് ഒന്നും നമ്മൾ മേടിച്ചു വെക്കണ്ട എന്നുള്ള അർത്ഥം. ഈ 2 കാര്യങ്ങൾ ചെയ്താൽ തന്നെ നമുക്ക് 90% നമുക്ക് ഇതുപോലുള്ള ഹാക്കിങ്ങിലൊക്കെ ഒഴിവാക്കാൻ വേണ്ടി സാധിക്കും. ഇനി അഥവാ ഹാക്ക് ചെയ്യപ്പെട്ടതാണെങ്കിൽ നല്ല ആൻറ്റിവൈറസുകൾ, മാൾവെയറുകളൊക്കെ റിമൂവ് ചെയ്യാൻ പറ്റുന്ന നല്ല ആൻറ്റിവൈറസുകൾ നമുക്ക് അവൈലബിൾ ആണ്. ആപ്ലിക്കേഷൻ സ്റ്റോറിൽ കയറി കഴിഞ്ഞാൽ തന്നെ പെയ്ഡ് ആയിട്ടുള്ള വേർഷൻസിലുണ്ടാവും. നമുക്കത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറഞ്ഞിരിക്കുന്ന മാൾവെയറുകളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി സാധിക്കും. ഇതുപോലുള്ള നല്ല നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് എല്ലാ ദിവസവും നിങ്ങൾക്കായി പോസ്റ്റ് ചെയ്ത് നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിന് മൊത്തം ഷെയർ ചെയ്യുക. ഇനിയും ഇതുപോലെ നല്ല നല്ല വീഡിയോസുമായി വരുന്നവരെ ഇറ്റ്സ് മീ അഭിലാഷ് രാഘവ് സൈനിങ് ഔട്ട്.